നമസ്കാരം. ഞാനിപ്പോൾ മൂകാംബിക ദേവി ക്ഷേത്രസന്നിധിയിലാണ്. രാവിലെ ദർശനം നടത്തി, വൈകുന്നേരം ദർശനം നടത്തി. ഇന്നലെ ഇപ്പം ഇവിടെ നിന്ന് പുറപ്പെടുകയാണ്. ഞാൻ അമ്പലത്തിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണിക്കാം, കാണുക. എൻ്റെ പിറകിൽ കാണുന്നതാണ് തേര്. ഞാൻ ഫ്രണ്ട് ക്യാമറകളിലൊക്കെ കാണിക്കാം. മൂകാംബിക ക്ഷേത്ര സന്നിധിയിലാണ്. അപ്പം നിവേദ്യത്തിനായി നട അടച്ചിരിക്കുകയാണ്. സരസ്വതി മണ്ഡപം ഇവിടെയാണ് എഴുത്തിനിരിക്കുന്നത്. ഇന്ന് വലിയ തിരക്കില്ലെങ്കിലും ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് ആളുകൾ കുറേ ഉണ്ട്. എഴുത്തിനിരുത്ത് നടക്കുകയാണ് കുട്ടികളെ. ആരംഭം കുറിക്കാനായിട്ട് കുട്ടികളിരിക്കുകയാണ്. ചണ്ഡികാ ഹോമം നടക്കുകയാണ്. ചണ്ഡികാ ഹോമം ചണ്ഡികാ ഹോമമാണ് ഈ നടക്കുന്നത്. എല്ലാം ക്യൂ വരുന്നതാണ്. ഉപദേവതകളുടെ ക്ഷേത്രങ്ങളാണ്. പക്ഷെ ഇന്ന് തിരക്ക് വളരെ കുറവാണ്. എന്നാലും ക്യൂവിൽ കുറേ പേരുണ്ട്. കഴിയുന്നവരെല്ലാം മൂകാംബിക ദേവി ക്ഷേത്ര സന്നിധിയിൽ വന്ന് തൊഴുത് അനുഗ്രഹം വാങ്ങുക. പ്രത്യേകിച്ച് വിദ്യാർത്ഥിനികൾ, കലാകാരന്മാർ, കലാകാരികൾ. ഇതാണ് അമ്മയെ കൊണ്ടു നടക്കുന്ന രഥോത്സവത്തിൽ അമ്മയെ വഹിക്കുന്ന തേര്. ഈ തേരിൽ അണിയിച്ചിരിക്കുകയാണ്. രഥോത്സവം വളരെ പ്രശസ്തമാണ്. കൊല്ലൂർ മൂകാംബിക ദേവി ക്ഷേത്രത്തിലെ രഥോത്സവം. ആ രഥമാണ്. ഇവിടെ ക്ഷേത്രപാലകനായ വീരഭദ്രസ്വാമിയുണ്ട്. പെരുമ്പറ, എത്രയോ വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പെരുമ്പറ ഓരോ പൂജയ്ക്കും ഇവിടെ കൊട്ടുന്നതാണ്. ഇപ്പോൾ വൈകുന്നേരമായി 3 മണിക്കാണ്. ഉച്ചയ്ക്ക് ശേഷമുള്ള ദർശനം 3 മണി തൊട്ടാണ്. ഞാനിപ്പോൾ ദർശനം നടത്തി. ഇതാണ് സ്വർണ്ണ കൊടിമരം. ലക്ഷ്മീദേവി, സരസ്വതി ദേവി, മൂകാംബിക ദേവി സ്വർണ്ണ കൊടിമരമാണ് കാണുന്നത്. വലിയ ആളില്ല, തിരക്കില്ല. കാരണം വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ടാണ്. സരസ്വതി മണ്ഡപം. ഇതാണ് മൂകാംബിക ദേവിയുടെ കുഞ്ഞുങ്ങൾക്ക് അക്ഷരം എഴുതിക്കുന്ന സരസ്വതി മണ്ഡപം. ലക്ഷക്കണക്കിന് കുട്ടികൾ ഓരോ വർഷവും അല്ലെങ്കിൽ വർഷങ്ങളായി ഹരിശ്രീ കുറിക്കുന്ന സ്ഥലമാണ്. ചണ്ഡികാ ഹോമം നടന്നു കഴിഞ്ഞു. ഉച്ചയ്ക്ക് ശേഷമുള്ള ദർശനമാണ്. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ആൾക്കാർ കുറവാണ്. എന്നാലും കുറേയേറെ പേരുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ കലാമേഖലയിലുമൊക്കെ വളരാനും ഉയരാനും മൂകാംബിക ദേവിയുടെ അനുഗ്രഹം വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് എന്നെപ്പോലെ സഹായിക്കാൻ വലിയ ആൾക്കാരും ബന്ധുബലങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ദൈവികമായ അനുഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. പിന്നെ എനിക്ക് നിങ്ങളെപ്പോലെയുള്ള പാവങ്ങളും സാധാരണ മനുഷ്യരുമാണ് എൻ്റെ ശക്തി. ഇത് ദൈവിക ശക്തിയാണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നോക്കാം എങ്ങനെയായിരിക്കും നമ്മുടെ കലാമേഖലയായ സിനിമാ മേഖലയിലും സീരിയൽ മേഖലയിലുമൊക്കെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെന്ന്. നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. മൂകാംബിക ദേവി ശരണം.